അടുത്തത് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൻ്റെ പ്രത്യേകത ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അത് ഓർത്ത് വെക്കുക. രണ്ടാമത്തത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഇത് ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കുക. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ദെൻ ഡു. ഇവിടെ കണ്ടീഷൻ ഒന്നുമില്ല. ലൂപ്പിൻ്റെ എൻട്രി എന്ന് പറഞ്ഞത് ഇതല്ലേ ലൂപ്പിൻ്റെ എൻട്രി. ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു, വൈൽ കണ്ടീഷൻ. ഇവിടെ ലാസ്റ്റ് സെമിക്കോളൻ ഉണ്ട്, അറിയാതെ ഇട്ട് പോയതല്ല. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒന്ന് നോക്കാം. ഇൻ്റെ i = 1. ആദ്യം 1 ആണ്. ഐയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതിനുശേഷം പ്രിൻ്റ് ഓഫ് %di. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടും അല്ലേ. ഉള്ളിലേക്ക് കടത്തി വിട്ട് പ്രിൻ്റ് ഓഫ് %di. അപ്പോൾ ഐയിലുള്ള വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഐയിലിപ്പോൾ ഉള്ളത് 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് ആര് വന്നു? 1 വന്നു. ഇനി i = i+1. ഐയുടെ വാല്യൂ 1 കൂട്ടുക. അതായത് 1 മാറി അവിടെ 2 ആയിട്ട് മാറി. ഇനി ഇത് ഇവിടെയാണ് കണ്ടീഷൻ ഉള്ളത്, i <4. ഇപ്പോൾ ഐയിലുള്ള വാല്യൂ എത്ര? 2. അപ്പോൾ 2 <4 ആണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ആദ്യം ഐയിലുണ്ടായിരുന്ന വാല്യൂ 1 ആയിരുന്നു. 1 <4 എന്ന് പറഞ്ഞ കണ്ടീഷൻ എനിക്ക് നോക്കേണ്ട ആവശ്യമേ വന്നില്ല. അല്ലാതെ തന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഞാൻ 2 <4 ആണോ നോക്കുന്നു. യെസ്, 2 <4 ആണ്. എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. ആണെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക് കടത്തി വിടും. ഇത് ട്രൂ ആണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ തിരിച്ചു വരും എന്നാണ് മീനിങ്. ഇങ്ങനെ ലൂപ്പായിട്ട് കറങ്ങും. ഒന്നുകൂടി തിരിച്ചു വന്ന് ഐനെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഐയിലുള്ള വാല്യൂ 2 ആണ്. ഞാൻ 2നെ പ്രിൻ്റ് ചെയ്തു. ഇനി i = i+1. 2 എത്രയായിട്ട് മാറി? 3 ആയിട്ട് മാറി. 3 <4 ആണോ നോക്കി. 3 <4 ആണ്. ആയ സ്ഥിതിക്ക് ഒന്നുകൂടി എന്ത് ചെയ്തു? നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രിൻ്റ് ഓഫ് %di. ഐയിലുള്ള വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യണം. ഐയിലിപ്പോൾ ഉള്ളത് 3 ആണ്. ഞാൻ 3നെ പ്രിൻ്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഒന്നുകൂടി മാറി. i+1 4 ആയി മാറി. 4 <4 ആണോ നോക്കി. എൻ്റെ കണ്ടീഷൻ തെറ്റിപ്പോയി. തെറ്റിപ്പോയ സ്ഥിതിക്ക് ഒരു പ്രാവശ്യം കൂടെ എനിക്കിങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ നേരെ എന്ത് ചെയ്യേണ്ടി വരും? പുറത്തേക്ക് വരേണ്ടി വരും. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്. ഇനി ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം ഇത് വർക്കാവും. പക്ഷേ ഇവിടെ 4 <4 എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയിപ്പോയി, എന്നിട്ട് ഇത് വർക്ക് ചെയ്തില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ഇപ്പോൾ i = 1 അല്ലേ ഞാൻ കൊടുത്തത്. i = 1ന് പകരം i = 14, i = 14 എന്നാക്കി ഞാൻ കൊടുത്തു. ശരി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്നെ ചുമ്മാ ഉള്ളിലേക്ക് കയറ്റി അവിടെ ഉള്ളത് പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഐയിലിപ്പോൾ ഉള്ളത് 14 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ അയാളെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് വന്നു? 14 വന്നു. ഇനി i = i+1. ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. 14 15 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി ഇവിടെ കണ്ടീഷൻ ഉണ്ട് i <4. ഐയിലുള്ളത് 15 ആണ്. <4 ആണോ നോക്കണം. അതായത് ഇതിൻ്റെ മീനിങ് 4നേക്കാൾ ചെറിയ ഒരു സംഖ്യയാണോ 15 എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഒരിക്കലും 4നേക്കാൾ ചെറുതല്ല 15. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ താഴോട്ടാണ് പോകേണ്ടത്. ഒരിക്കലും എനിക്ക് ഒന്നുകൂടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടീഷൻ ഫോൾസ് ആയിട്ട് കൂടി ഒരു പ്രാവശ്യം എന്ത് നടന്നു? എക്സിക്യൂഷൻ നടന്നു. അതാണ് ഡു വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക. കണ്ടീഷൻ തെറ്റാണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം എക്സിക്യൂഷൻ നടക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. അതിൻ്റെ സിൻടാക്സ്, അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം, ഇത് 2 വിധത്തിലും വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആദ്യം 1 ഇട്ടിട്ടാകുമ്പോൾ ഔട്ട്പുട്ട് 1 2 3 എന്ന് വരും. ഇനി 14 ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം.